എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാണയപ്പൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അധികം പഴുത്തു പോകാത്ത നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് വേണ്ടുന്നത്. ഒരു നേന്ത്രപ്പഴം കൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ് നിറച്ച് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് തൊലി കളഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു 1/4 ഇഞ്ച് വണ്ണത്തിൽ ഇത് മുറിച്ചെടുത്താൽ മതി. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇത് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്നത് അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പെല്ലാം ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അണ്ടിപ്പരിപ്പ് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പ് നിറം മാറി വന്നതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിൽ ഇത് പരത്തിയിടണം. ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ പ്ലേറ്റിലിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിലാക്കിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ നെയ്യിൽ വറുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറിയ പീസായി കിട്ടും. ഇനി നേന്ത്രപ്പഴം മുറിച്ചത് ഇതുപോലെ 2 ഭാഗവും അമർത്തിയെടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു നാണയത്തിൻ്റെ ഷേപ്പിലായതുകൊണ്ടാണ് ഇതിന് നാണയപ്പൊരി എന്ന് പറയുന്നത്. സ്നാക്സിൻ്റെ പേര്. ഇത് ഇതുപോലെയെല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഞാനിതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ട് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം. അതിനുശേഷം നമ്മളിതിലേക്ക് 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല കട്ടിയിൽ മാവ് കുഴച്ചെടുക്കണം. മാവ് നല്ല കട്ടിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ലൂസായി പോകാതെ നോക്കണം. അപ്പോൾ നമ്മളെ സ്നാക്സ് റെഡിയായി വരില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ നാണയം ഇത് ബാറ്ററിലേക്ക് മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നാണയപ്പൊരി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.